ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ട്രിപ്പുമായിട്ടാണ്. ഏഴാറ്റുമുഖം ഞങ്ങളന്ന് പോയത് ക്ലിയറായിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വഴിക്ക് പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ കൊച്ചി മെട്രോ പോകുന്നത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാറിൻ്റെ ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ശരിക്കും നല്ല തണുപ്പാണ് അതിൽ പോകുമ്പോൾ തന്നെ. മൂന്നാറിൻ്റെ ഏകദേശം മൂന്നാറിൻ്റെ ഒരു ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കത് പോകുമ്പോൾ വളരെ വ്യക്തമായിട്ടത് മനസ്സിലാവുകയും ചെയ്യും. മൂക്കന്നൂർ ഭാഗത്താണ് കേട്ടോ ഏഴാറ്റുമുഖം. അടുത്ത് കിടക്കുന്ന ടൗൺ അങ്കമാലിയാണ്. മൂക്കന്നൂരിലാണ് ഈ ഏഴാറ്റുമുഖം ഉള്ളത്. പോകുന്ന വഴിക്കൊക്കെ പനയുടെ ഇതൊക്കെയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ നല്ല തണുപ്പുണ്ട് അവിടെ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 11 മണിയൊക്കെ ആയെങ്കിൽ തന്നെയും ഉച്ചയ്ക്ക് 1 മണി 2 മണി ടൈമിലൊക്കെ നല്ല തണുപ്പ് തന്നെയാണ്. അവിടെ ചൂടേ തോന്നിയില്ല അവിടെ ചെന്നപ്പോൾ. നമ്മൾ വണ്ടി പാർക്കിങ്ങിന് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ വണ്ടി പാർക്ക് ദൂരെ ചെയ്തിട്ട് പോകുന്നതാണ്. അവിടെ പാസ് എടുത്തിട്ട് വേണം കേട്ടോ അകത്ത് കയറാനായിട്ട്. നല്ല കാറ്റും നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ്. നമ്മൾക്ക് മൈൻഡൊക്കെ കൂൾ ചെയ്തെടുക്കാനൊക്കെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നിങ്ങളവിടെ ഒന്ന് പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ വെള്ളം മുമ്പത്തേനേലും കുറവാണ്. എന്നാലും പല സ്ഥലങ്ങളിലും വെള്ളത്തിലിറങ്ങി കുളിക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. നമുക്ക് എറണാകുളത്തു നിന്നായാലും ആലുവയിൽ നിന്നായാലും പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഏഴാറ്റുമുഖം എന്ന് പറയുന്നത്. വളരെ അടുത്താണ്, അങ്കമാലിക്ക് അടുത്തുമാണ്. കുറച്ചുള്ളിലേക്ക് ഇങ്ങനെ പോകണമെന്നേ ഉള്ളൂ. അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ അതിരപ്പള്ളിയിലേക്ക് പോകാനായിട്ട്. അവിടെ ഇപ്പോൾ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല.
അവിടെ ഒരു പാർക്കുണ്ട്. ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. കൊറോണ കാരണം കൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ട് പാർക്ക് കാണാനും കുട്ടികൾക്കൊക്കെ കളിക്കാനും നല്ല സൗകര്യമുണ്ട് അവിടെ. പാറയിലുള്ള വെള്ളമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അവിടെ കുളിക്കാനും നമുക്ക് ആ വെള്ളം എടുത്താൽ തന്നെ മനസ്സിലാവും നല്ല തണുപ്പാണ്. കുട്ടികളൊക്കെ അവിടെ വന്ന് കുളിക്കണമുണ്ട്. ഒത്തിരി മീനുകളുണ്ട് കേട്ടോ. അപ്പം വെറുതെ ഇങ്ങനെ തോർത്തിലൊന്നും മീൻ പിടിക്കുന്നതാണ്. പിന്നെ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ തൂക്കുപാലമുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയ നല്ല ഒരു വ്യൂ ആണ്. ഇല്ലെങ്കിൽ ഇവിടെ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. നല്ല വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പം എല്ലായിടത്തും വറ്റി തുടങ്ങിയിട്ടുണ്ട് വെള്ളം. ഒരു 2:30 മണിയായപ്പോഴേക്കും ഞങ്ങൾ പിന്നെ അവിടുന്ന് പെട്ടെന്ന് പോകുന്നു. നല്ലൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ പോകാത്തവർ എന്തായാലും ഒന്ന് പോകണം. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഉച്ച ടൈം ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കുഴിമന്തി കഴിക്കാനായിട്ട് കയറി. ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടുത്തെ കുഴിമന്തി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.